آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. فقد قال النبي صلى الله عليه وسلم: إن الذي ليس في جوفه شيء من القرآن كالبيت الخرب، أو كما قال رسول الله صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. സൂറത്തുൽ അഹ്സാബിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ള ഒരായത്താണ് ഇവിടെ പാരായണം ചെയ്തത്. ഈ ആയത്തിന്റെ ആശയം ഇപ്രകാരമാണ്: ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമാനത്തിനെ, വിശ്വസ്ത ദൗത്യത്തെ, ഉത്തരവാദിത്തത്തെ പ്രത്യക്ഷപ്പെടുത്തി മുന്നിൽ കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന്. എന്നാൽ ഫഅബൈന അൻ യഹ്മിൽനഹ, ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന്. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان. ആകാശങ്ങളും ഏറ്റെടുത്തില്ല, ഭൂമിയും ഏറ്റെടുത്തില്ല, പർവ്വതങ്ങളും ഏറ്റെടുത്തില്ല. ആരും ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഏറ്റെടുക്കുന്ന വിഷയത്തിൽ അവർ ഭയപ്പെട്ടു. വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ. ഈ അമാനത്തിനെ, ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തത് മനുഷ്യരാണെന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. ഇന്നഹു കാന ദലൂമൻ ജഹൂലാ. എന്നാൽ മനുഷ്യൻ കടുത്ത അജ്ഞത പ്രാപിച്ചവനും അക്രമിയുമായി തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് സമാനമായ ഒരു ഹദീസ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ച് ആദമിനോട് പറയുന്നുണ്ട്, അല്ലയോ ആദമേ, ഒരു വിശ്വസ്ത ദൗത്യത്തെ, ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ആകാശങ്ങളോടും ഞാൻ ചോദിച്ചു, ഭൂമിയോടും ചോദിച്ചു, പർവ്വതങ്ങളോടും ചോദിച്ചു. ഫലം യുത്തഖിനഹ, അവരാരും ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഫഹൽ അൻത ആഖിദും ബിമാ ഫീഹ, ഈ വിശ്വസ്ത ദൗത്യത്തെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ ആദമേ എന്ന് അള്ളാഹു
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഉടനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, വമാ ഫീഹ, ഈ ഉത്തരവാദിത്തം എന്താണ് അള്ളാഹുവേ? ഉത്തരവാദിത്തം എന്താണ്? അതിലെന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന ഒരു വാചകം, ഇൻ അഹ്സൻത ജുസീത വ ഇൻ അസഅത ഊഖിബ്ത. ഈ ഉത്തരവാദിത്തം അതനുസരിച്ച് നീ ജീവിതത്തെ ക്രമീകരിച്ചാൽ നിനക്ക് പ്രതിഫലം നൽകപ്പെടും, മറിച്ചാണെങ്കിൽ നിന്നെ ശിക്ഷിക്കപ്പെടും. ഉത്തരവാദിത്തം എന്താണെന്ന് പറഞ്ഞില്ല. ഇൻ അഹ്സൻത ജുസീത വ ഇൻ അസഅത ഊഖിബ്ത. ഞാൻ നൽകാൻ പോകുന്ന ഉത്തരവാദിത്തം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ, ജീവിതത്തെ തിട്ടപ്പെടുത്തിയാൽ നിനക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട്, മറിച്ച് അതനുസരിച്ച് നീ ജീവിച്ചില്ല എങ്കിൽ നിനക്ക് ശിക്ഷയുമുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തുകയാണ്. ഫഹമലഹ ആദമു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിശ്വസ്ത ദൗത്യത്തെ ഏറ്റെടുക്കുകയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഈ വിശ്വസ്ത ദൗത്യം എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ്, പടച്ചവന്റെ കൽപ്പനകളാണ്, പടച്ചവന്റെ നിരോധനങ്ങളാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിലപാടുകളും പ്രഖ്യാപനങ്ങളും നിരോധനങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഈ വിശുദ്ധ ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ അതൊരു അമാനത്താണ്, വിശ്വസ്ത ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. ആകാശങ്ങളും ഏറ്റെടുത്തില്ല, പർവ്വതങ്ങളും ഏറ്റെടുത്തില്ല, ഭൂമിയും ഏറ്റെടുത്തില്ല. അശ്ഫഖ്ന മിൻഹാ, അത് ഏറ്റെടുക്കാൻ അവർ ഭയക്കുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അത് ഏറ്റെടുക്കുകയായിരുന്നു. അള്ളാഹു ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മനുഷ്യൻ അത് ഏറ്റെടുത്തെങ്കിലും ഇന്നഹു കാന ദലൂമൻ ജഹൂലാ, മനുഷ്യൻ അജ്ഞത പ്രാപിച്ചവനായിരിക്കുന്നു, കടുത്ത അക്രമിയായിരിക്കുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് റജബ് 24. അടുത്ത വെള്ളിയാഴ്ച ഒന്നെങ്കിൽ ശഅബാൻ 1 അതല്ലെങ്കിൽ റജബ് 30. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹീത റമദാനിന് മുന്നോടിയായി തയ്യാറാകാൻ പറഞ്ഞിട്ടുള്ള പവിത്രമായ 2 മാസങ്ങൾ റജബും ശഅബാനും. റജബ് മാസത്തിന്റെ പവിത്രത നമ്മൾ പറഞ്ഞപ്പോ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ സൃഷ്ടി സേവനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ധാരാളം കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ബൃഹത്തായ മഹത്തരമായിട്ടുള്ള ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സുസ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. കാരണം അനുഗ്രഹീത റമദാൻ വരാൻ പോകുന്ന റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച് റമദാൻ വരുമ്പോൾ ശരിയാക്കാൻ ഇന്നാലും നടക്കൂല. നേരത്തെ നന്നാക്കി വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സുസ്ഥിരപ്പെടുത്തി അനുഗ്രഹീത റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടക്കം കുറിച്ച മാസമാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഭരണഘടന എന്നുള്ളത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി നിലനിൽക്കുന്നത് നമുക്കറിയാം 3 കാര്യങ്ങളാണ്: ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം. എല്ലാ മതസ്ഥരെയും ഒന്നിച്ച് മൈത്രിയോടുകൂടി സഹാനുഭൂതിയോടെ സഹവർത്തിത്വത്തോടെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഏകാധിപത്യത്തെ തടയിടുന്നതിനോടൊപ്പം തന്നെ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തെ തടയിടുകയാണല്ലോ. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഇന്ന് അധികാരികൾ അധികാരം കയ്യേറുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അക്രമകാരികളെ തൊട്ട് വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മുഴുവൻ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു മഹത്തായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത്. മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ അടങ്ങുന്ന, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട 3 അടിസ്ഥാന തത്വങ്ങളോടൊപ്പം
ഒരു മനുഷ്യ ജീവിതത്തെ എത്ര നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാം എന്നുള്ളതിന്റെ മാർഗരേഖ വരച്ച് കാണിക്കുന്ന ഒരു ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഒരു മനുഷ്യ ജീവിതത്തെ, ഒരു മനുഷ്യനെ നന്നാവണം എന്നുണ്ടെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആൻ എടുത്താൽ മതി, ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാം. ഏറ്റവും നല്ല ഉദാത്ത മാതൃകകൾ, ഏറ്റവും നല്ല ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തെ നന്നാക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ചിരിക്കുക. എല്ലാ മേഖലയും, അത് ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ മേഖലകളും മെച്ചപ്പെടുത്തുന്നതിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു നിയമസംഹിതയാണ്. അതല്ല ഭരണഘടന, നിയമസംഹിത, ഇലാഹി നിയമസംഹിതയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പൊ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടുന്ന ഒരു മാസമാണ്. റജബ് മാസം അവസാനിക്കാൻ പോകുകയാണ്, ഷഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ അമലുമായി നാം ബന്ധപ്പെട്ട് അത് പരിശീലിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തണം. നമസ്കാരം കൂടുതൽ നന്നാക്കണം, വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടണം. വർത്തമാന കാലഘട്ടവുമായി ബന്ധപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കാത്തതിന്റെ എത്രയോ വിനാശങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനുമായി 3 രീതിയിലുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത്. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി മനുഷ്യരെ വിലയിരുത്തുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഖുർആനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർ. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനുമായി ഒരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കൽ ബൈത്തിൽ ഖരിബി, അവരുടെ ജീവിതം ശൂന്യമായ വീട് പോലെയാണ്, ആൾതാമസമില്ലാത്ത വീട് പോലെയാണ്. വലിയ വീടാണ്, താമസിക്കാൻ ആളുകളില്ല എങ്കിൽ അവിടെ ഇഴജന്തുക്കൾ വന്ന് താമസിക്കും. അതുപോലെ പക്ഷിപറവാദികൾ വന്ന് കൂടുകൂട്ടും, അല്ലേ? അതുപോലെ തന്നെ ചെതലരിക്കും. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആ വീട് മാറും. എന്നതുപോലെ വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങളിൽ ഇല്ലാത്തവർ, വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്തവർ, വിശുദ്ധ ഖുർആനിൽ ഒരു അല്പമെങ്കിലും ദിനേന പാരായണം ചെയ്യാത്തവർ, വിശുദ്ധ ഖുർആൻ ഒന്നും തൊടാത്തവർ, അവർ ശൂന്യമായ വീട് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അനുഗ്രഹീത റജബ് മാസം നമ്മിൽ നിന്ന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഖുർആനുമായി കൂടുതൽ ബന്ധം നാം ഊട്ടിയുറപ്പിക്കണം. ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെടണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഖുർആൻ പഠിക്കുന്നുണ്ടതനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവിതത്തിലില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ ഒരു അമാനത്താണ്, ഒരു വിശ്വസ്ത ദൗത്യമാണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഇന്ന് ഖുർആൻ ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ മനുഷ്യൻ ഏതെല്ലാം രീതിയിൽ ജീവിക്കുന്നു എന്ന് വർത്തമാന കാലഘട്ടം നമുക്ക് പരിശോധിച്ചാലും മനസ്സിലാകും. ചെറുപ്പക്കാര് പോലും മയക്കുമരുന്നിനും മദ്യത്തിനും കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്, അല്ലേ? സ്വന്തം ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്നില്ലേ? അതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി അയൽ വീട്ടിലേക്ക് കയറി അവിടെയുള്ള ആളുകളെ വധിച്ചു കളയുന്നു. 2-3 ആളുകളെ വെറുതെ അങ്ങ് വധിച്ചു കളയുകയാണ്. വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമില്ല, ദീനില്ലാത്തതിന്റെ പേരിൽ മുഴുവൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തുന്നത് ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു 2 കർത്തവ്യങ്ങളാണ് കൊടുത്തത്. തെറ്റ് കണ്ടാൽ ആ തെറ്റിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുക എന്നുള്ളത്, നന്മ കണ്ടാൽ ആ നന്മയുടെ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ള ഈ 2 ദൗത്യങ്ങൾ അല്ലാഹു കൊടുത്തത് വിശുദ്ധ ഖുർആന്റെ അധ്യാപകനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു ലഹരി വസ്തുവുമായി ബന്ധപ്പെടുകയാണ്, മയക്കുമരുന്നുമായി, കള്ളുമായി ബന്ധപ്പെടുന്നു, മദ്യവുമായി ബന്ധപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെടുത്തുന്നു, ആരെങ്കിലും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാതെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ പരിശുദ്ധമായ ഖുർആൻ അവനെ പിടിച്ച് വലിച്ച് റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവനെതിരെ വാദപ്രതിവാദം നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്തരത്തിൽ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയെ തൊട്ട് തടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, ഭയപ്പെടുത്തുന്ന ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ ധാരാളം കാര്യങ്ങൾ അല്ലാഹു പറയുന്നു. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, പരസ്പരം ആരെയും പരിഹസിക്കാൻ പാടില്ല. വലാ തഖറബുൽ ഫവാഹിഷ്, മോശത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. ഇരട്ടപ്പേരുകൾ വിളിക്കാൻ പാടില്ല. മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങിക്കഴിയണം. ഈ രീതിയിൽ ധാരാളം പ്രഖ്യാപനങ്ങൾ, നിലപാടുകൾ സ്വീകരിച്ച് ഒരു മനുഷ്യ ജീവിതത്തെ
പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? ആദ്യമായിട്ട് ഖുർആൻ ഉപയോഗിച്ചത് വായിക്കണം എന്നാണ്. ആദ്യമായിട്ട് ഖുർആൻ ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്തൊരു നിലപാടാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ചത്. ഇഖ്റ, നീ വായിക്കണം, അത് നമസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. കാരണം ഒരു മനുഷ്യ ജീവിതത്തെ നന്നാക്കുന്നത് അറിവാണ്. ആ അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റിൽ നിന്ന് പിന്മാറണമെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ചിന്ത, ഒരു വീണ്ടും വിചാരം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം. നന്മയാണെങ്കിൽ ആ നന്മയ്ക്ക് ഇന്ന പ്രതിഫലമുണ്ടെന്ന തോന്നൽ ആ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം. നന്മ ചെയ്യാനുള്ള പ്രേരണ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു യഥാർത്ഥ മാർഗരേഖയാണ് ഒരു വിശ്വാസിയുടെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ കാണിച്ചു നൽകുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിശ്വസ്ത ദൗത്യമാണ്. ആഖിറത്തിൽ ഒരു വ്യക്തിയെ അല്ലാഹു കൊണ്ടുവരും. അവനോട് പറയും, അദ്ദി അമാനത്തക്ക്, നിന്റെ അമാനത്ത് നിർവഹിക്കാൻ പറയും. അവൻ ചോദിക്കും, ഐ റബ്ബി ഖദ് ദഹബത്തിദ് ദുനിയാ, ആ വിശ്വസ്ത ദൗത്യത്തെ എങ്ങനെയാണ് ഞാൻ നിറവേറ്റുന്നത്? ദുനിയാവ് കഴിഞ്ഞു പോയല്ലോ, ദുനിയാവ് കഴിഞ്ഞു പോയി, ഇനി എങ്ങനെ അതിനോടുള്ള കടമകൾ ഞാൻ പാലിക്കും? ആ ഖുർആനുമായി ഇനി എങ്ങനെ ഞാൻ ബന്ധപ്പെടും? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയുക. ഖുർആനുമായി ബന്ധപ്പെടാത്തതിന്റെ പേരിൽ ഇവനെ നരകത്തിലേക്ക് ഇടുക എന്ന് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനുഗ്രഹീത റജബ് മാസം കഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുക. ഖുർആനുമായി എത്രത്തോളം നാം ബന്ധം സ്ഥാപിച്ചു? അടുത്ത ശഅബാൻ മാസത്തിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുവാൻ, ആ ഖുർആനിന്റെ ആശയങ്ങൾ, ധാരാളം പരിഭാഷകൾ കിട്ടും. ആ ഖുർആനിന്റെ ആശയങ്ങൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കി ജീവിതത്തെ നന്നാക്കുവാൻ. ജീവിതത്തെ നന്നാക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നിലപാടുകൾ, നിരോധനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലാണ്. ആ ഖുർആനിന്റെ അധ്യാപകനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായത്. അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. എല്ലാ വിധിവിലക്കുകളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ വലിയൊരു ചർച്ച സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? എല്ലാ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിലൊക്കെ തുറന്നു നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള യുക്തി എന്താ? പാപങ്ങളെ തടയിടുകയാണ്. പാപങ്ങൾ. പത്തനംതിട്ടയിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ 68 ആളുകളാണ് മാറി മാറി അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ശരീരം പിച്ചിച്ചീന്തിയത്. 68 ആളുകൾ. വിശുദ്ധ ഖുർആൻ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, അവരുടെ ശബ്ദം താഴ്ത്തണം. ഒരു പുരുഷന്റെ കൺട്രോളിൽ കഴിയേണ്ടവളാണ് അൽ മർഅത്തു റാഇയത്തും മിൻ ബൈത്തി സൗജിഹാ എന്ന് റസൂൽ ഉപയോഗിച്ചത് നിസാര കാര്യമല്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി രാജ്ഞിയെ പോലെ കഴിയേണ്ട ഒരു പെണ്ണായിരിക്കണം. ഭാര്യയായിരുന്നാലും സഹോദരിയായിരുന്നാലും ആരായിരുന്നാലും, പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ, സ്ത്രീകൾ അല്ലേ? ഈ അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. മകളെ ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടാക്കി. ഉപ്പയും ഉമ്മയും കരുതിയിരിക്കുന്നത് മകള് ബാംഗ്ലൂരിൽ പഠിക്കുക എന്നാ. കുറച്ച് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ ആവശ്യാർത്ഥം ബാംഗ്ലൂരിൽ പോയി. രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ പരിചയമുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ ഇരിക്കുന്നു. പരിചയമുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ, പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. ഇന്ന ആള്, ഇന്ന നാട്ടിലെ ഇന്ന വീട്ടിലെ കുട്ടിയാണല്ലോ ഇത്. പെട്ടെന്ന് ഫോണിലൂടെ വിവരം കൈമാറി. ഉപ്പയും ഉമ്മയും കരുതിയിരിക്കുന്ന മകള് ബാംഗ്ലൂരിൽ പഠിക്കുക എന്നാ. വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല, മകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. എന്നാൽ വർഷങ്ങളായിട്ട്, 2-3 വർഷമായിട്ട് ഒരു അന്യ മതസ്ഥരിൽപ്പെട്ട ഒരു വ്യക്തിയുമായി ജീവിതം പങ്കിട്ടുകൊണ്ട്, രജിസ്റ്റർ വിവാഹം ചെയ്ത് ജീവിതം പങ്കിട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാത്തതിന്റെ പേരിൽ ചെറുപ്പക്കാരുടെ മുഴുവൻ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉമ്മയെ കുത്തിക്കൊല്ലുന്നു. അയൽ വീട്ടിൽ കയറി 3-4 ആളുകളെ ഒരു മടിയുമില്ലാതെ കുത്തിക്കൊല്ലും. എന്തിന്റെ പേരിൽ? റബ്ബിനെ ഭയമില്ലാത്തതിന്റെ പേരിൽ. റബ്ബിനെ ഭയക്കണം എന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. രജബ് മാസം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അന്യ സ്ത്രീയും അന്യ പുരുഷനും നമ്മൾ എന്തിനാ കാണുന്നത്? അത് പാപത്തിന്റെ വേരുകളെ പിഴുതു മാറ്റുകയാണ് വിശുദ്ധ ഇസ്ലാം, തടയിടുകയാണ് ചെയ്യുന്നത്.
സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു, പ്രത്യേകിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾ, വർഗീയവാദികൾ വിശുദ്ധ ഇസ്ലാമിനെ മോശമായ നിലയിൽ പറയുന്ന, ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ കാണണ്ട എന്നാണ്. എന്നാൽ നറൂറത്തിന്റെ ഘട്ടത്തിൽ, ആത്മീയ വടം കൊണ്ട് വലിഞ്ഞു മുറുക്കുകയൊന്നുമല്ല, നറൂറത്തിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കാണാം, സംസാരിക്കാം. ഒരാള് ഒരു മെസ്സേജ് അയച്ച് കമന്റ് അയച്ചുകൊണ്ട് ചോദിക്കും, ഒരു ഡോക്ടർ, ലേഡി ഡോക്ടറിന്റെ മുന്നിൽ പോയി ചികിത്സിക്കാൻ പറ്റൂലല്ലോ എന്ന്. വിശുദ്ധ ഇസ്ലാം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അതുപോലെ ഒരു പത്രമാധ്യമത്തിലുള്ള പത്രസമ്മേളനത്തിലൊരു സ്ത്രീയെ കാണാൻ പറ്റൂലേ? അതൊക്കെ നമ്മളാ തീരുമാനിക്കണം. നറൂറത്തിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അന്യ സ്ത്രീയെ കാണാം. പക്ഷെ 2 നിബന്ധനകൾ മുറുകെ പിടിക്കണം. ഒന്ന് തസവൂഫും, 2 തഖ്വയും, ആത്മീയതയും സൂക്ഷ്മതയും. ആത്മീയതയും സൂക്ഷ്മതയും മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പെണ്ണുമായിട്ട് സംസാരിക്കാൻ വിശുദ്ധ ഇസ്ലാം തടയിടുന്നില്ല. അത്യാവശ്യ ഘട്ടം ഏതാ എന്നുള്ളത് സ്വന്തം ശരീരവും നാമുമായി വിലയിരുത്തേണ്ടത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ ഇന്ന് ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് മയക്കുമരുന്ന് വർദ്ധിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കള്ളിനെ കുറിച്ചുള്ള ശിക്ഷ, മദ്യത്തെ കുറിച്ചുള്ള ശിക്ഷ പറഞ്ഞ് സഹാബത്തിന് അതിൽ നിന്ന് മാറ്റുകയാണ്, ജീവിതത്തെ ക്രമീകരിക്കുകയാ. വിശുദ്ധ ഖുർആനിൽ മദ്യത്തിന് നിരോധനമായിട്ടുള്ള ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കള്ള് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാ. പ്രശസ്തരായിട്ടുള്ള സഹാബികൾ കള്ള് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പരസ്പര സഹാബികള്. ഈ ആയത്തിറങ്ങിയപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ആയത്തിറങ്ങിയപ്പോൾ കള്ള് വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രവാചക സമക്ഷത്തിലെത്തി, ഇനി ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ, മദ്യം ഉപയോഗിക്കില്ല എന്ന് ശപഥം ചെയ്യുന്ന സഹാബാക്കൾ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ട എന്നല്ല, ഏത് സ്ഥലത്തും കൊണ്ട് വിട്ട് പഠിപ്പിച്ചുകൊള്ളിൻ. പക്ഷെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാതെയാണ് നിങ്ങൾ മക്കളെ നടത്തുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വഴിമാറും. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ഏറ്റവും നീറ്റാണെന്നുള്ളത്. ആ സോഷ്യൽ മീഡിയയിലൂടെ ആ പാലക്കാടുകാരൻ പയ്യൻ തുറന്ന് പേര് പറയാമല്ലോ, ആഷിഖ് എന്ന് പറഞ്ഞ ആ മകന്റെ സൗന്ദര്യം എന്താ, എത്ര നല്ല സൗന്ദര്യം, കണ്ടാലും മയക്കുമരുന്ന് അടിമപ്പെട്ടൊരു വ്യക്തിയാണെന്ന് പറയൂല. സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു, എന്നിട്ട് യാതൊരു വീണ്ടും വിചാരവും ഇല്ലാത്ത നിലയിൽ കേസിനും മറ്റുമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം, ഒരു വീണ്ടും വിചാരവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. പൊതുവെ ഞാൻ ആളുകളോട് പറയാറുള്ളതാ, കാലഘട്ടത്തിന്റെ ആവശ്യമാണ് തേട്ടമാ. നല്ല എഞ്ചിനീയർമാര് വേണം, നല്ല ഡോക്ടർമാര് വേണം, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വേണം. പക്ഷേ പരിശുദ്ധ ഖുർആനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് വഴിമാറും. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു കൃഷിക്കാരനായിരുന്നു, ഒപ്പം പ്രവാചകനുമായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു കാർപ്പന്റർ ആയിരുന്നു, ഒപ്പം പ്രവാചകനുമായിരുന്നു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഡസ്ട്രിയൽ വ്യവസായികപരമായി മുൻപന്തിയിലായിരുന്നു. ഇന്ന് ഇരുമ്പ് കൊണ്ട് എന്തെല്ലാം സംവിധാനങ്ങൾ, ആ ABCD പോലും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുമ്പിനെ കുറിച്ചുള്ള അതിന്റെ വിജ്ഞാന ശാഖകൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു, ഒപ്പം പ്രവാചകനുമായിരുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണം, ലോകത്ത് ആദ്യമായി റേഷൻ സപ്ലൈ ചെയ്തതാരാ? റേഷൻ സപ്ലൈ ചെയ്തത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ, ഒപ്പം പ്രവാചകനുമായിരുന്നു. മെഡിക്കൽ രംഗത്ത് വലിയ നിപുണനായ വ്യക്തിയെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒപ്പം പ്രവാചകനുമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തെ തടയിടുന്നില്ല കേട്ടോ. നന്നായിട്ട് പഠിക്കണം, എന്നാൽ മാതാപിതാക്കളുടെ പൂർണ്ണ കൺട്രോളിലായിരിക്കണം. നമ്മുടെ മക്കളെ എവിടെങ്കിലും ബാംഗ്ലൂർ, ഹൈദരാബാദോ അഹമ്മദാബാദോ എവിടെയെങ്കിലും കൊണ്ടുവിട്ട് പഠിപ്പിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാ. മക്കളെ കുറിച്ച് നമുക്ക് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അറിവ് ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കണം. 80% വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. 80% അല്ലാഹു നമുക്ക് 100ലേക്ക് എത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് 3 രീതിയിലുള്ള ആളുകളാ. ഒന്ന്, ഖുർആനുമായി ഒരു ബന്ധവുമില്ലാത്തവർ, അവർ ശൂന്യമായ വീട് പോലെയാണ്. കൽകൂസി മഖ്ഫിയ, ഇടിഞ്ഞു വീഴാറായിട്ടുള്ള, പൊളിയാൻ പാകമായിട്ടുള്ള ഒരു വീട് പോലെയാണ്, കെട്ടിടം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരക്കാരുടെ ജീവിതം. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്, എന്നാൽ ഖുർആൻ എത്രത്തോളം ജീവിതത്തിലുണ്ട്? ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ ദിവസം ഒരു ജുസ് ഓതുന്നുണ്ട്, 5 പേജ് ഓതുന്നുണ്ട്, 10 പേജ്. പക്ഷെ എത്രത്തോളം ഖുർആൻ ജീവിതത്തിലുണ്ട്? മറ്റുള്ളവരുടെ പരദൂഷണം. റജബ് മാസമാണല്ലോ, ഇസ്രാഉം മിഅ്റാജും പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരദൂഷണം പറഞ്ഞവർ
കടുത്ത ശിക്ഷയിൽ നരകത്തിൽ കഴിഞ്ഞുകൂടുന്നതായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലിന് കാണിച്ചു കൊടുത്തു. ആ ഹദീസ് കേട്ടിട്ട്, ആ ഖുർആനിക വാക്യം കേട്ടിട്ട് എത്രത്തോളം പരദൂഷണത്തിൽ നിന്ന് മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, ഏഷനെ പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, തമാശയ്ക്ക് പോലും കളവ് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, സ്വഭാവത്തെ സംസ്കരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. ഹുദൻ ലിന്നാസ് എന്നല്ല അല്ലാഹു ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മാലോകർക്ക് മുഴുവൻ സന്മാർഗമാണ്. ഹുദൻ ലിൽ മുഅ്മിനീൻ എന്നോ ഹുദൻ ലിൽ മുസ്ലിമീൻ എന്നോ അല്ലാഹു ഉപയോഗിച്ചില്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗ്രന്ഥം, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗ്രന്ഥം അല്ലാഹു ഉപയോഗിച്ചില്ല. ഹുദൻ ലിന്നാസ്, ആ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ന അർത്ഥം. ആ ജനങ്ങളിൽ യഹൂദികളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിം, എല്ലാ ജാതിക്കാരും ഉണ്ട്. എല്ലാ ജാതിക്കാർക്കും ഭരണഘടനയായി മുറുകെ പിടിക്കുവാൻ, ഒരു മനുഷ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും ഉദാത്ത മാതൃകയായി കൈക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതിയാ മാത്രം പോരാ, ജീവിതത്തിൽ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കാന ഖുലുഖുൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഖുർആനായിരുന്നു. നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആഖിറത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതാണ്, അവന്റെ വയറിലെ കുടൽമാലകൾ പൊട്ടി, ആട്ടുകല്ലിന് ചുറ്റും കഴുത കിടന്ന് കറങ്ങുന്നത് പോലെ വയറും പൊട്ടി, വയറിലെ കുടൽമാലകളും പൊട്ടി നരകത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാഴ്ച കണ്ടുകൊണ്ട് നരകവാസികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കും, അലം തകുൻ തഅ്മുറു ബിൽ മഅറൂഫി വതൻഹാ അനിൽ മുൻകർ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളായിരുന്നല്ലോ, ധാരാളം നമസ്കരിച്ച ആളായിരുന്നല്ലോ, പിന്നെ നിനക്ക് എന്ത് പറ്റി? വയറിലെ കുടൽമാലകൾ പൊട്ടി നരകത്തിന് ചുറ്റും ഈ കഴുത കിടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും നരകവാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വ്യക്തി നരകവാസികളോട് പറയും, ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു, പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആളുകളെ തിന്മയിൽ നിന്ന് ഞാൻ തടുത്തിരുന്നു, ഉപദേശിച്ചിരുന്നു, പക്ഷെ ആ തിന്മ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു. തുറന്നു പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല, ഞാൻ ലഹരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടു. കള്ളം പറയാൻ പാടില്ല, ഞാൻ കള്ളം പറഞ്ഞു. ഭാര്യമാരോട് നല്ല സമീപനം പുലർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, പക്ഷെ ഞാൻ ആളുകളെ ഉപദേശിച്ചു, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കുടുംബ ബന്ധം ചേർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഞാൻ ആളുകളെ ഉപദേശിച്ചു. കുടുംബ ബന്ധം ചേർക്കാത്തവരെ ഉപദേശിച്ചു, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്റെ സ്വന്തം പെങ്ങളുമായി ഞാൻ പിണങ്ങി കഴിഞ്ഞ വർഷങ്ങളോളം. എന്റെ സഹോദരനുമായി പരസ്പരം ധാരാളം നാളുകൾ മിണ്ടാതെ സലാം പറയാതെ കഴിഞ്ഞുകൂടി. അപ്പൊ ഒരു മനുഷ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഖുർആൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഖുർആൻ ഓതിയാ മാത്രം പോരാ. ഒന്നാമത്തെ വിഭാഗം ഖുർആനുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ അത് ജീവിതത്തിൽ പകർത്തുന്നില്ല. മൂന്നാമത്തെ വിഭാഗം, അല്ലാഹു അത്തരക്കാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്നുമുണ്ട്, പാരായണം ചെയ്യുന്നുമുണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നുമുണ്ട്. നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമല്ലോ, എന്താ ചോദ്യം? മൻ റബ്ബുക. നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? റബ്ബി അല്ലാഹ് എന്ന് ഉത്തരം കൊടുക്കും, അല്ലേ? പിന്നെ നബി ആരാണെന്ന് ചോദിക്കും, നബിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു ചോദ്യം ചോദിക്കും, എന്തെന്നറിയുമോ ചോദ്യം? വമാ ഇമാമുക. നിന്റെ ഇമാമാരാണ്? ഇമാമാരാണ്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എടുത്തെടുത്ത് മുത്തം കൊടുത്താല് എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയൂല. ചില ആളുകൾ ബഹുമാനാർത്ഥം വിശുദ്ധ ഖുർആൻ എടുക്കും, മുത്തം കൊടുക്കും, തിരിച്ചു വെക്കും, മുത്തം കൊടുക്കും, നെഞ്ചോട് ചേർത്ത് പിടിക്കും. അങ്ങനെ 1000 പ്രാവശ്യം ചേർത്ത് വെച്ച് മുത്തം കൊടുത്താലും അവരുടെ ചോദ്യത്തിന് ഇമാം ആരാണെന്ന ചോദ്യത്തിന് എന്റെ ഇമാം ഖുർആനാണെന്ന് ഉത്തരം കൊടുക്കാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാ. നിന്റെ ഇമാമാർ എന്താ ഉത്തരം? എന്റെ ഇമാം ഇമാമി അൽ ഖുർആൻ, എന്റെ ഇമാം ഖുർആനാണ്. കൃത്യമായിട്ട് സധൈര്യം ഉത്തരം കൊടുക്കാൻ മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ഖുർആനിക അധ്യാപനങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ അതെന്റെ ജീവിതത്തിൽ വേണം. കൽപ്പനകൾ അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. നിരോധനങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തിന് സംരക്ഷണം ഏർപ്പെടുത്താൻ സാധിക്കണം. അപ്പോഴാ കൃത്യമായിട്ട് ഉത്തരം കൊടുത്താൽ നമുക്ക് സാധിക്കാം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ കാര്യമായി പ്രത്യേകിച്ച് റജബ് മാസം അവസാനിക്കുകയാണ്. ഖുർആനുമായി നമുക്ക് 5 കടമകളാണുള്ളത്. ഖുർആൻ ആദരിക്കണം, ഖുർആൻ എല്ലാ ദിവസവും കുറച്ചെങ്കിലും പാരായണം ചെയ്യണം, അതിന്റെ ആശയങ്ങൾ കുറച്ചെങ്കിലും പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, കഴിയുന്നത് പോലെ പ്രചരിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ പ്രചരിപ്പിക്കും? വീട്ടിലെ ഭാര്യയെ ഇരുത്തണം,
മക്കളെ ഇരുത്തണം, കുടുംബ ബന്ധുക്കളെയെല്ലാം ഇരുത്തിക്കിട്ട് ഖുർആൻ കൊണ്ട് ഓതി കേൾപ്പിക്കണം, അതിന്റെ ആശയം വായിച്ച് കേൾപ്പിക്കണം. അതിന്റെ പ്രചരണമായി ഈ 5 കടമകൾ പാലിച്ചാൽ നാളെ ഖബറിൽ അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് വിശുദ്ധ ഖുർആൻ എത്തുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ചാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഈ ഉത്തരവാദിത്വം, ഈ വിശ്വസ്ത ദൗത്യം അവനെ വലിച്ചെടുത്ത് റബ്ബിന്റെ സമക്ഷത്തിലെത്തി ഫയുഖാസിമു അലൈഹി, അവനെതിരെ വാദപ്രതിവാദം നടത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഭാഗം നബി തങ്ങൾ പഠിപ്പിച്ചു. ഈ ഖുർആന്റെ ഒരു പ്രത്യേകതയാ, ചെറുതായിട്ടൊന്ന് അടുത്താല് ചാടിക്കറി പോക്കറ്റിരിക്കും, നെഞ്ചിലിരിക്കും. എങ്ങാനും ഖുർആനുമായി പിണങ്ങിയാൽ പുറങ്കാല് കൊണ്ട് ചവിട്ടിയടിക്കും എന്നുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന അധ്യാപനമാണ്. അതുകൊണ്ട് ഈ റജബ് മാസം കഴിയുമ്പോൾ ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കി, ശഅബാൻ കഴിയുമ്പോൾ അതിനെ സുസ്ഥിരപ്പെടുത്തി, വിശുദ്ധ റമദാൻ എത്തുമ്പോൾ കൂടുതൽ പ്രയോജനമുണ്ടാകുന്ന തരത്തിലേക്ക് വിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടണം. അല്ലാഹു അത്തരക്കാരൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 2 ദുആ വസിയത്തുകളുള്ളത്. ഷിബു എന്ന സഹോദരൻ വലിയ ദീനി സേവകനും ജീവകാരുണ്യ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ് ICUയിൽ കഴിയുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണമായി ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ജുമാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണമായി ശിഫാവ് കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സഹോദരി സർജറിയും മറ്റുമൊക്കെ കഴിഞ്ഞ് പ്രത്യേക പരിചരണത്തിലാണുള്ളത്. അവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിക്ക് ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധ ഹദീസുകളുടെയും അനുഗ്രഹീത ദിവസങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു സഹോദരിക്ക് ആഫിയത്തോടെ, സിഹത്തോടെ, സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.